ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ചു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ മന്ത്രിമാരടക്കമുള്ള നിരവധി നേതാക്കൾ പങ്കെടുത്തു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുമ്പാവൂരിൽ എത്തിയത്. പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിൻ്റെ എന്തെല്ലാം പ്രശ്നങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള ദുരന്തം, മഹാപ്രളയവും അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും കോവിഡും അങ്ങനെ എന്തെല്ലാം നാടിനെ സഹായിക്കണ്ടേ? അർഹതപ്പെട്ട സഹായം നിഷേധിക്കില്ലേ ചെയ്യുന്നത്? അതിനെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് ഉണ്ടായോ? നമ്മളോ സംസ്ഥാന ഗവൺമെന്റ് ആ ഘട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ് ശ്രമിച്ചത്. നമ്മുടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്കടക്കം ആ ഘട്ടത്തിൽ പൂർണ്ണമായ സംരക്ഷണം ഒരുക്കാനാണ് സംസ്ഥാന സർക്കാർ നടപടിയെടുക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചയച്ച 18 UDFന്റെ MP-മാരും കേരളത്തെ ഒരു കാലത്തും സഹായിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. BJP സർക്കാരിനെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു ഈ 18-അംഗ സംഘത്തിൻ്റെത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ കടന്നാക്രമിച്ചാണ് മുഖ്യമന്ത്രി പെരുമ്പാവൂരിൽ പ്രസംഗിച്ചത്. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബാബു ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ്, തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇപ്പോൾ നാം കൊടുത്ത സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് സുപ്രീം കോടതിക്ക് അതിൻ്റെ ശരി ബോധ്യപ്പെട്ടു. സുപ്രീം കോടതി പറഞ്ഞു, കേരളം പറയുന്നത് ന്യായമല്ലേ, ആ 13,000 കോടി രൂപ നിങ്ങൾ കൊടുക്കേണ്ടതല്ലേ, കൊടുക്കണമത് എന്ന് നിർദ്ദേശിച്ചു. നമുക്ക് അർഹതപ്പെട്ട പണമാണത്. ആ അർഹതപ്പെട്ട പണം കിട്ടുന്നതിനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം വേണ്ടി വരുന്നത്. അവസാന സുപ്രീം കോടതി, നിങ്ങൾ കേരളം ഉന്നയിച്ച പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്, ഞങ്ങൾ ഇതേവരെ കടക്കാത്ത മേഖലകളിൽ വരുന്നു. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.